മീ രാഹുൽ. വെൽക്കം ടു റിച്ച് ചാർട്ട് ടോക്സ്. അപ്പം ഇന്നലെ നമ്മുടെ ദിവസം ഒരു പ്രോഫിറ്റ് ഡേ ആണോ ലോസ് ഡേ ആണോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഞാൻ ഇന്നലെ എന്നാണോ മാർക്കറ്റിൽ നിങ്ങളോട് പറഞ്ഞിരുന്നത് എക്സാക്റ്റ് അതേപോലെയാണ് മാർക്കറ്റ് ഇന്നലെ മൂവ് ചെയ്തിട്ടുള്ളത്. എൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ ഈ ഒരു ഏരിയ, അതായത് ഇന്നലത്തെ ഡേ ലോ, ഈ ഒരു ഏരിയ 23,602 എക്സാക്റ്റ് ഈ ഏരിയയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എക്സാക്റ്റ് ഒരു പോയിന്റ് പോലും വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഏരിയ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഏരിയ മാർക്കറ്റ് താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്നലത്തെ ഡേ ലോ ഇതായിരുന്നു. ഇന്നത്തെ മൂവ്മെൻ്റാണ് മാർക്കറ്റിൻ്റെ. ഇന്നത്തെ ഡേ ലോ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഇന്നലത്തെ ഡേ ലോ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു എൻട്രി പ്ലാൻ ചെയ്യണം. അത് എപ്പോൾ പ്ലാൻ ചെയ്യണം എന്നാണ് പറഞ്ഞത്? താഴോട്ട് ബ്രേക്ക് ചെയ്ത ഉടനെ നിങ്ങൾ പ്ലാൻ ചെയ്യരുത്. ബ്രേക്ക് ചെയ്ത ഉടനെ നിങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നെങ്കിൽ നിങ്ങൾ ലോസിലോട്ട് പോയതിന് മാർക്കറ്റ് നിങ്ങളോട്ട് തിരിച്ചു പോയി. പിന്നെ മാർക്കറ്റ് അവിടെ നിന്ന് തിരിച്ച് താഴോട്ട് ഇറങ്ങുമ്പോൾ ഒരു എൻട്രി പ്ലാൻ ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻട്രി പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ റിജക്ഷൻ വന്ന് തിരിച്ചിറങ്ങുമ്പോൾ അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ക്യാൻഡിൽ പാറ്റേൺ കാണുന്നുണ്ടോ എന്ന് നോക്കണം. കണ്ടോ, ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒരു ഈവനിങ് സ്റ്റാർ ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. കണ്ടോ, ഒരു ഈവനിങ് സ്റ്റാർ ഇവിടെ കാണുന്നുണ്ട്. ഒരു ഈവനിങ് സ്റ്റാർ വന്നു, ഒരു ഫുള്ളി ബിയറിഷ് ക്യാൻഡിൽ അവിടെ വന്നു. ഒരു ഫുള്ളി ബിയറിഷ് ക്യാൻഡിൽ അവിടെ വന്നതിന് ശേഷം 2 കൺഫർമേഷൻ അവിടെ നിഫ്റ്റി നമുക്ക് തന്നു. അത് അവിടെ നിന്ന് കഴിഞ്ഞതിന് ശേഷം നിഫ്റ്റി നേരെ ഫാളായി. അവിടെ നേരെ ഫാളായിട്ട് നേരെ ജസ്റ്റ് ഇവിടെ വന്നു, ജസ്റ്റ് ഒന്ന് പുൾ ബാക്ക് ചെയ്തു. ഓക്കെ, ആസ് പെർ ഡൗ തിയറി ഒരു ചെറിയൊരു ലോവർ ഹൈ ഉണ്ടാക്കി. അവിടെ നേരെ നിഫ്റ്റി ഫാളായി. നേരെ നിഫ്റ്റി ഞാൻ എവിടെയാണോ ടാർഗറ്റ് നില വരച്ച് നമ്മുടെ വീഡിയോയിൽ തന്ന് അവിടെ വരെ നിഫ്റ്റി നില വന്നു അല്ലേ. നല്ലൊരു പോയിന്റ്, ഏകദേശം 100 പോയിന്റ് അറൗണ്ട് ക്യാച്ച് ചെയ്യാൻ വേണ്ടി ഉണ്ടാവും. ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വരെ നിഫ്റ്റി കറക്റ്റായിട്ട് അവിടെ വരെ വന്നു അല്ലേ. വളരെ ബ്യൂട്ടിഫുൾ മൂവാണ് നിഫ്റ്റി നടത്തുന്നത്. ഇങ്ങനെ, അതായത് എൻ്റെ വീഡിയോ കണ്ട് ട്രേഡ് ചെയ്തവർക്ക്, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ആ ഒരു സ്ട്രാറ്റജി വേണ്ട, ഒരു പ്ലാൻ മനസ്സിലാക്കി എങ്ങനെയാണോ മാർക്കറ്റ് മൂവ് ചെയ്യാൻ ജസ്റ്റ് നമ്മുടെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുപോലെ, അല്ലെങ്കിൽ അത് നിങ്ങളുടെ സ്ട്രാറ്റജി ആയിട്ട് കമ്പൈൻ ചെയ്ത് ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇന്നലെ ഒരു പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടാവും. കാരണം ഒരിക്കലും ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരിക്കലും ഫസ്റ്റ് ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് ചെയ്യരുത്. ഫസ്റ്റ് ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് ചെയ്താൽ നിങ്ങൾ വിന്നിങ് പോസിബിലിറ്റി 100ൽ 40% ഉണ്ടാകത്തുള്ളൂ. ബാക്കി 60% നിങ്ങൾക്ക് ലോസ് ആകാനുള്ള ഒരു പോസിബിലിറ്റിയാണ് കൂടുതൽ. പക്ഷേ എപ്പോഴും ബ്രേക്ക് ചെയ്തതിന് ശേഷം തിരിച്ചൊരു റീടെസ്റ്റ് ഉണ്ടായിട്ട് അവിടുന്ന് നമ്മളൊരു റിജക്ഷൻ വന്നിട്ട് ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിന്നിങ് പോസിബിലിറ്റി 70 to 80% ആയി മാറും. ബാക്കി 20% എപ്പോഴും നമ്മൾ മാറ്റി വെക്കണം. കാരണം ഒരിക്കലും മാർക്കറ്റിൽ 100% വിന്നിങ് പോസിബിലിറ്റി ഇല്ല. കാരണം എന്താ, മാർക്കറ്റ് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. മാർക്കറ്റ് എന്താണോ മാർക്കറ്റ് ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എന്താണോ അതേപോലെ മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അവിടെ നമ്മുടെ എല്ലാ ചാർട്ട് പാറ്റേണും എല്ലാ സ്ട്രാറ്റജിയും എല്ലാം ഫെയിൽ ആവും. പക്ഷേ നമ്മുടെ 80% വിന്നിങ് പോസിബിലിറ്റി, അതാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ 80%ൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഞാൻ തീർച്ചയായും ഇതിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി. കാരണം ഞാൻ എന്താണോ ഞാൻ വിചാരിച്ചത് അത് തന്നെ മാർക്കറ്റ് അവിടെ തന്നു. ബ്രേക്ക് ചെയ്തു, തിരിച്ചു പോയി, ഒരു ബെയറിഷ് ക്യാൻഡിൽ പാറ്റേൺ അവിടെ കാണിച്ചു. ഒരു ഈവനിങ് സ്റ്റാർ, എൻ്റെ വ്യൂ ആണ് ഈവനിങ് സ്റ്റാർ. നിങ്ങൾക്ക് വേറെ ഒരുപാട് എല്ലാവർക്കും ഡിഫറെൻറ്റ് വ്യൂ ആണ്. എൻ്റെ വ്യൂവിൽ ഞാൻ പഠിച്ച രീതിയിൽ, എൻ്റെ മെൻറ്റർ പഠിപ്പിച്ച രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ പഠിച്ചെടുത്ത രീതിയിൽ അവിടെ ഈവനിങ് സ്റ്റാർ വന്നു. ഒരു 3 ക്യാൻഡിൽ, ഒരു സിംഗിൾ ക്യാൻഡിൽ, പിന്നെ ഒരു ചെറിയ ഒരു ഇൻവേർട്ടർ ഹാമർ, പിന്നെ ഒരു ബിയറിഷ് ക്യാൻഡിൽ. ഇത് മൂന്നും ഞാൻ 3 ക്യാൻഡിൽ വെച്ച് ഞാൻ നോക്കിയ ഒരു ഈവനിങ് സ്റ്റാർ ഞാൻ അവിടെ കണ്ടു. അല്ലെങ്കിൽ തിരിച്ചൊരു ഫുള്ളി ബിയറിഷ് ക്യാൻഡിൽ അവിടെ ബ്രേക്ക് ചെയ്തു. അതിൻ്റെ മീഡിയത്തിൽ ഞാൻ അവിടെ തന്നെ മാർക്കറ്റ് ഓർഡർ എൻട്രി കൊടുത്തു. നേരെ ഞാൻ എൻ്റെ ഡയറക്റ്റ് അധികം വെയിറ്റ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് 1 hour തന്നെ വന്നിട്ട് എൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. എൻ്റെ ടാർഗറ്റ് ആയിരുന്നു, ഞാൻ വരച്ച ടാർഗറ്റ് 470 ആയിരുന്നു. പക്ഷേ മാർക്കറ്റ് എനിക്ക് 450. ഒരിക്കലും മാർക്കറ്റിനെ ഫുള്ളി നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ ഞാനും എനിക്ക് വേണ്ട ഒരു 40, 60, 70 പോയിന്റ് ഞാൻ ക്യാച്ച് ചെയ്തു. ഞാൻ ഹാപ്പി. അപ്പം നാളെ നമ്മുടെ മാർക്കറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ ഇന്നത്തെ മാർക്കറ്റാണ് കാണിക്കുന്നത്. നാളെ നമ്മുടെ മാർക്കറ്റ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഞാൻ വരയ്ക്കാം. ജസ്റ്റ് നമുക്ക് 1 ഡേയിലോട്ടുണ്ടോ അതിൻ്റെ ഹൈ ലോയും നമുക്ക് മാർക്ക് ചെയ്യാം. മാർക്കറ്റിൻ്റെ ഹൈ ലോയും നാളെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. പ്യുവർ
പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജിയാണ്. ഇതിനകത്ത് ഞാൻ ഇൻഡിക്കേറ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇൻഡിക്കേറ്റർ ചെയ്യേണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇൻഡിക്കേറ്റർ നമ്മുടെ കൺഫർമേഷൻസിന് വേണ്ടിയിട്ടും ഇൻഡിക്കേറ്റർ മൊമെൻറ്റത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് BB യൂസ് ചെയ്യാം, നിങ്ങൾക്ക് RSI യൂസ് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻ്റ് ആയി ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്, ഇൻഡിക്കേറ്റർ വേണോ വേണ്ടതെന്ന്. ആസ് നൗ ഞാൻ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നില്ല. കൺഫർമേഷൻസിന് വേണ്ടി നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ, വേണ്ടെന്ന് ഒരിക്കലും പറയുന്നില്ല. ഹൈ ലോ മാർക്ക് ചെയ്തു, 1 hourലോട്ട് വന്നു, തിരിച്ച് ടൈം വേസ്റ്റ് ചെയ്യാതെ. ഓക്കെ, നമുക്ക് നമ്മുടെ മുന്നിൽ കാണാൻ കഴിയുന്നുണ്ട് നിഫ്റ്റി ഫുള്ളി ബിയറിഷ് മൂവ്മെൻറ്റ് ആണ്, ഫുള്ളി ബിയറിഷ് പുൾ ബാക്ക് എന്ന് പറയാം. പക്ഷേ നിഫ്റ്റി താവട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ വ്യൂ ഇപ്പോൾ താവട്ടാണ്. കാരണം വൺ ഡേയിലോ വേറെ കാര്യം കൂടെ ഇവിടെ നിങ്ങൾ നോക്കണം. ഇവിടെയും ഒരു 3 candle പാറ്റേൺ ഇവിടെ ഉണ്ട്. എന്താണ് 3 candle പാറ്റേൺ ഇവിടെ പറയുന്നത്? കണ്ടോ, ഒരു ഈവനിങ് സ്റ്റാർ അല്ലെ, 1 ഡേയിൽ ഒരു ഈവനിങ് സ്റ്റാർ ഉണ്ട്. ഒരു ക്യാൻഡിൽ പാറ്റേൺ അറിയുന്നവർക്ക് മനസ്സിലാവും. ഒരു ഈവനിങ് സ്റ്റാർ അവിടെ വന്നിട്ടുണ്ട്. 3 ക്യാൻഡിൽ എടുത്ത് നോക്കുമ്പോൾ മൈ വ്യൂ അവിടെ ഈവനിങ് സ്റ്റാർ ഉണ്ട്. ഈവനിങ് സ്റ്റാർ ഒരു നല്ല ക്യാൻഡിൽ പാറ്റേൺ ആണ് ബിയറിഷിൽ താഴോട്ട് വരാൻ വേണ്ടി. എപ്പോഴും ഒരു ഹൈ ടൈം ഫ്രെയിമിൽ ഒരു ക്യാൻഡിൽ പാറ്റേൺ അല്ലെങ്കിൽ നമുക്കൊരു സിഗ്നൽ മാർക്കറ്റ് തരികയാണെങ്കിൽ അതിനും പ്രയോറിറ്റി കൂടുതലാണ്. അതിൽ 1 ഹവറിലും 15 മിനിറ്റ്സിലും നമ്മൾ കാണുന്ന ഒരു ക്യാൻഡിൽ പാറ്റേണിലോ ഒരു ചാർട്ട് പാറ്റേണിലോ കാട്ടി കൂടുതലും പോസിബിലിറ്റിയാണ് ഹൈ ടൈം ഫ്രെയിമിൽ കാണിക്കുന്നത്. ഹൈ ടൈം ഫ്രെയിമിൽ കാണിക്കുമ്പോൾ ഹൈ ടൈം ഫ്രെയിമിൽ അവിടെ ഒരു 1 ഡേയിൽ ഒരു ഈവനിങ് സ്റ്റാർ ആയിട്ട് ഒരു ക്യാൻഡിൽ പാറ്റേൺ 3 ബ്ലോക്ക് ഒരു ക്യാൻഡിൽ പാറ്റേൺ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ നിഫ്റ്റി നമ്മുടെ മുന്നിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഓൾറെഡി എൻ്റെ 2 വീഡിയോയിലും പറഞ്ഞായിരുന്നു, നിഫ്റ്റി 2 ഗ്യാപ്പും ഇട്ടിട്ടാണ് മുകളിലോട്ട് പോയിട്ടുള്ളത്. അപ്പം മാർക്കറ്റ് ഓൾവേസ് മാർക്കറ്റ് കറക്ഷൻ ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകുള്ളൂ. അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ലിങ് സ്ട്രാറ്റജി ഉണ്ട്. അതൊക്കെ വേറെ സ്ട്രാറ്റജീസ് ആണ്. അപ്പം നമുക്ക് സിമ്പിളായിട്ട് പ്രൈസ് ആക്ഷൻ നോക്കിയാൽ മതി. ഇവിടുന്ന് നാളെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, നാളെ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റായിട്ട് നമുക്ക് ടാർഗറ്റ് സിമ്പിളായിട്ട് വെക്കാം. ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ആദ്യം ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് ഒരു ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് ഇവിടെ എടുക്കാം. ഇവിടെ എടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ബ്രേക്ക് ചെയ്താൽ ഉടനെ ചാടി കയറി ഒരു എൻട്രി എടുക്കരുത്. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് താഴെ വന്ന് തിരിച്ച് റീടെസ്റ്റ് ചെയ്ത് ഇവിടെ ഏകദേശം ഇവിടെ വരെ വരും, പിന്നെ തിരിച്ച് റീടെസ്റ്റ് ചെയ്യും, പിന്നെ പോവുകയാണെങ്കിൽ മാത്രം എൻട്രി എടുക്കുക. അല്ലാതെ ഇന്ന് സംഭവിച്ച പോലെ മാർക്കറ്റ് ഒരു പുൾ ബാക്ക് എന്തായാലും തരും. മാർക്കറ്റ് നേരെ അങ്ങ് ഫാളോ ആകത്തില്ല. മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്ന പോലെ ഡൗൺ തിയറിയൊക്കെ വെച്ചിട്ടാണ് മാർക്കറ്റ് ഓൾവേസ് മൂവ് ചെയ്യാറുള്ളത്. അപ്പോൾ മാർക്കറ്റ് അവിടെ ബ്രേക്ക് ചെയ്താൽ ഉടനെ അവിടെ നിന്ന് ഒരു എൻട്രി എടുത്തിട്ട് അവിടെ ലോസ് വരുത്തി വെക്കരുത്. മാർക്കറ്റ് വെയിറ്റ് ചെയ്യണം. അത് ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് ഒരു പുൾ ബാക്ക് ചെയ്തിട്ട് തിരിച്ചൊരു ബിയറിഷ് ക്യാൻഡിൽ പാറ്റേൺ അവിടെ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടൊരു ഡൗൺ ആയിട്ട് മാർക്കറ്റ് പോവുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് താഴെയുള്ള ഈ 378 എന്നുള്ള ഫസ്റ്റ് ടാർഗറ്റ് കാണാൻ കഴിയും. സെക്കൻഡ് ടാർഗറ്റായിട്ട് നമുക്ക് അതിന് താഴെയുള്ള സപ്പോർട്ടായിട്ട് 317, ടാർഗറ്റ് 1 378, ടാർഗറ്റ് 2 317, ഈ 2 ടാർഗറ്റ് നമുക്ക് നാളെ നിഫ്റ്റിയിൽ കാണാൻ കഴിയും. ഞാൻ ടെസ്റ്റ് ടാർഗറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. T1, T1 T2 ഇത് 2 ടാർഗറ്റ്. T1 T2 378 ഫസ്റ്റ് ടാർഗറ്റ്, 317 ഇതിൽ സെക്കൻഡ് ടാർഗറ്റ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോകാം. ബാങ്ക് നിഫ്റ്റിയും സെയിം മൂവ്മെൻ്റാണ് തന്നിട്ടുള്ളത് ഇന്ന്. ബാങ്ക് നിഫ്റ്റിയും സെയിം തന്നെ. ഞാൻ എന്താണ് മാർക്കറ്റിൽ പറഞ്ഞത്, ആ ഏരിയ ഇന്നലത്തെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ആണ് എൻട്രി എടുക്കേണ്ടത്. ഇന്നലത്തെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുത്തായിരുന്നെങ്കിൽ അതിലും നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ഇന്നലെ ഒന്നും കൂടെ നല്ലപോലെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിഫ്റ്റിയാണ്. കാരണം ഇതിനകത്ത് കൺസോൾട്ടേറ്റ് ചെയ്തു മാർക്കറ്റ് കുറച്ച് നേരം. പ്രീമിയം ഡേ ഒക്കെ അടിക്കാൻ ചാൻസ് കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ മാർക്കറ്റ് നാളെ എക്സ്പയറി അടുത്തു. ബാങ്ക് നിഫ്റ്റിയുടെ എല്ലാം നാളെ എക്സ്പയറി ആണ്. നിഫ്റ്റിയുടെ തേഴ്സ്ഡേ ആണ്. അപ്പം മന്ത്ലി കോൺട്രാക്റ്റ് ബാങ്ക് നിഫ്റ്റിയുടെയും കഴിയാൻ പോവുകയാണ്. അതുകൊണ്ട് നാളെയും ട്രേഡ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വേണം. നാളെയും ഈ നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നാളെയും ബാങ്ക് നിഫ്റ്റിയും ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റിക്കും താഴെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പം നാളെ ബാങ്ക് നിഫ്റ്റിയും ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് വന്നിട്ട് തിരിച്ച് റീടെസ്റ്റ് നമ്മുടെ ഡേ ലോയിൽ തട്ടി തിരിച്ചൊരു മൂവ്മെൻറ്റ് താഴോട്ട് വരികയാണെങ്കിൽ താഴോട്ട് ട്രേഡ് ചെയ്യാം. ഈ ഒരു മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റ് തരിക. മാർക്കറ്റ് അങ്ങനെ 50672
ഈ ഒരു 672 എന്നൊരു ടാർഗറ്റ് നമുക്ക് നാളെ കാണാൻ ബാങ്ക് നിഫ്റ്റി കഴിയും. അപ്പം നാളെ നിങ്ങളുടെ സ്ട്രാറ്റജി, നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയുടെ കൂടെ ഞാൻ പറയുന്ന വ്യൂയും കൂടെ നിങ്ങൾക്ക് നല്ലതുപോലെ തോന്നുകയാണെങ്കിൽ, അതായത് അതൊരു ഞാൻ പറയുന്ന വ്യൂവിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ വ്യൂ കൂടെ ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ സ്വന്തം സ്ട്രാറ്റജി അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വ്യൂ വെച്ച് ട്രേഡ് ചെയ്യുക. അതുകൊണ്ട് നാളെ നല്ലൊരു പ്രോഫിറ്റ് ഡേ ആവട്ടെ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.